എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തിക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. പതിമൂന്ന് മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു പരീശന്മാരെയും ശാസ്ത്രിമാരെയും വിമർശിച്ചുകൊണ്ട് 7 കഷ്ടങ്ങളിൽ 3 പ്രസ്താവിച്ചുകൊണ്ട് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കപടവിശ്വാസം, വ്യാജോപദേശങ്ങൾ, ആത്മീയ അന്ധത, സ്വാർത്ഥത, വ്യാജ ശബദങ്ങൾ, ദൈവദൂഷണം എന്നിവയ്ക്കെതിരെ അപലപിച്ചത് നാം വായിച്ചു. യഹൂദ നേതൃത്വം ദൈവരാജ്യത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റിയതിനും തങ്ങൾ മതപരിവർത്തനം ചെയ്ത് അനേകരെ നശിപ്പിച്ചതിനും പുറമെ നീതിമാന്മാരായി തോന്നിച്ചപ്പോൾ ആന്തരികമായി അകൃത്യത്താൽ നിറഞ്ഞിരുന്നതിനും കർത്താവ് അവരെ കുറ്റപ്പെടുത്തി. 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു എന്ന് കർത്താവ് പറയുന്നതായി നാം വായിക്കുന്നു. ഇവിടെ കപടഭക്തരായ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും വരുമെന്ന് കർത്താവ് കൽപ്പിച്ച 7 കഷ്ടങ്ങളിൽ 4-ാമത്തേത് ദശാംശത്തിന്റെ ആചാരത്തിലെ കപടതയുടെ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ദൈവമുൻപാകെ നിർണായകമായ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് അവർ സുഗന്ധദ്രവ്യങ്ങൾ പോലെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഓരോന്നിനു പോലും 10-1 അഥവാ പതാരം ദേവാലയത്തിന് നൽകാൻ അവർ തങ്ങളുടെ തുളസി, ചതകുപ്പ, ജീരകം എന്നിവ പോലും ശ്രദ്ധാപൂർവം അളന്നു. പക്ഷേ അവർ ന്യായപ്രമാണത്തിലെ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായ നീതി, കരുണ, വിശ്വസ്തത എന്നിവയെ അവഗണിച്ചു. ഈ അതിശയോക്തി ചൂണ്ടിക്കാണിക്കാൻ യേശു കർത്താവ് 24-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളൊരു കൊതുകിനെ അരിച്ചെടുക്കുന്നു പക്ഷെ ഒട്ടകത്തെ വിഴുങ്ങുന്നു എന്നാണ്. കർത്താവ് പറയുന്നതിന്റെ അർത്ഥം, ഒരു കൊതുകിനെ അരിച്ചെടുക്കുന്നത് പോലെ പ്രാധാന്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരുന്ന പരീശന്മാർ അതേസമയം തന്നെ ഒട്ടകങ്ങളെ വിഴുങ്ങുന്നു അഥവാ വലിയ പാപങ്ങൾ ചെയ്യുകയോ അത് സഹിക്കുകയോ ചെയ്യുന്നു എന്നാണ്. ന്യായം, കരുണ, വിശ്വസ്തത എന്ന 3 കാര്യങ്ങളുടെ പ്രാധാന്യമാണ് ഈ ഭാഗത്തിൽ ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്നത്. ന്യായം എന്നതുകൊണ്ട് മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്നതും നിരാലംബരായ പീഡിതരെ സംരക്ഷിക്കുന്നതും ഉദ്ദേശിക്കുന്നു. എന്നാൽ പരീശന്മാരും ശാസ്ത്രിമാരും ഇതിനു വിരുദ്ധമായി ദരിദ്രരെയും അനാഥരെയും പീഡിപ്പിച്ചു. കരുണ എന്നത് ദുരിതമനുഭവിക്കുന്നവരോടുള്ള ദയയും സഹായവുമാണ്. എന്നാൽ പരീശന്മാരും ശാസ്ത്രിമാരും അതിലൊട്ടും ശ്രദ്ധിച്ചില്ല. വിശ്വസ്തത എന്നതുകൊണ്ട് ദൈവത്തിനോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ പാലിക്കുന്ന സത്യനിഷ്ഠയെയും വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നന്മയെയും സൂചിപ്പിക്കുന്നു. ക്രിസ്തു ഈ 3 ഗുണങ്ങൾ ഏറെ പ്രാധാന്യമുള്ളവയാണെന്നും അവ നിശ്ചയമായും നിർവഹിക്കപ്പെടേണ്ടതാണെന്നും വ്യക്തമാക്കുന്നു. അതേസമയം ചെറിയ ആചാരങ്ങൾ മാത്രം ആചരിച്ച് പ്രധാന കാര്യങ്ങൾ അവഗണിക്കുന്നതും കർത്താവ് ഇവിടെ തുറന്നു കാട്ടുന്നു. പരീശന്മാർ ആചാരങ്ങളെ ഏറെ വിലമതിച്ചപ്പോൾ ദൈവത്തിന്റെ ആജ്ഞകളുടെ ശരിയായ ഉദ്ദേശം അവർ മറന്നുപോയി എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക എന്ന് കർത്താവ് പറയുന്നു. 5-ാമത്തെ കഷ്ടം എന്ന നിലയിൽ യഹൂദ മത നേതാക്കളുടെ സ്വഭാവ സവിശേഷതകളായ കപടതയുടെ വ്യത്യസ്ത വശങ്ങളെ യേശു കർത്താവ് ചിത്രീകരിക്കുന്നത് പുറം മാത്രം വൃത്തിയാക്കിയിരിക്കുന്ന പാത്രങ്ങളോട് ഉപമിച്ചുകൊണ്ടാണ്. പുറമേ സൂക്ഷ്മമായി വൃത്തിയാക്കിയതും ഉള്ളിൽ വൃത്തികെട്ടതുമായ പാത്രങ്ങൾ പോലെ പരീശന്മാർ മതപരമായ ആചരണങ്ങൾ അവരെ ശുദ്ധരും സൽഗുണമുള്ളവരുമായി പുറമേ കാണിച്ചു. എന്നാൽ ഉള്ളിൽ അവരുടെ ഹൃദയങ്ങൾ അത്യാഗ്രഹവും സ്വാർത്ഥതയും കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് കർത്താവ് തുറന്നു കാട്ടി. 26-ാം വാക്യത്തിൽ കർത്താവ് ആദ്യം പാനപാത്രത്തിന്റെയും പാത്രത്തിന്റെയും അകം വൃത്തിയാക്കുക, അങ്ങനെ അവയുടെ പുറം ഭാഗവും ശുദ്ധമാകും എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. പാനപാത്രത്തിന്റെയും പാത്രത്തിന്റെയും ഒക്കെ ഉൾഭാഗം എന്നത് മനുഷ്യന്റെ ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നു. ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മുടെ പെരുമാറ്റം ഉത്ഭവിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നും വീണ്ടും ജനനത്താൽ ഒരു പുതിയ ഹൃദയം പ്രാപിക്കേണ്ടത്
അനിവാര്യവുമാണെന്നാണ് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു എന്ന് മനുഷ്യൻ പുറമേ കാണുന്നതിനെ അടിസ്ഥാനമാക്കി തന്റെ പ്രവൃത്തികളെ നീതീകരിച്ചേക്കാമെങ്കിലും ദൈവം മനസ്സിന്റെ ആഴങ്ങളെ കാണുകയും ഉദ്ദേശങ്ങളെ ശോധന ചെയ്യുകയും ചെയ്യുന്നു എന്ന കാര്യം തിരുവെഴുത്ത് ഓർമ്മിപ്പിക്കുന്നു. 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ എന്ന് യേശു കർത്താവ് പറയുന്നു. ഈ വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്ന 6-ാമത്തെ കഷ്ടത്തിൽ യേശു കർത്താവ് യഹൂദ നേതാക്കളെ വെള്ള തേച്ച കല്ലറകളോട് ഉപമിച്ചു എന്ന് നാം വായിക്കുന്നു. പുറമെ മനോഹരമായി കാണപ്പെടുന്ന എന്നാൽ അകം മരിച്ചവരുടെ അസ്ഥികളും അവശിഷ്ടങ്ങളാലും നിറഞ്ഞിരിക്കുന്ന ഒരു കല്ലറ പോലെ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഹൃദയങ്ങളിൽ കാപട്യവും അധർമ്മവും നിറഞ്ഞിരുന്നു എന്ന് കർത്താവ് തുറന്നു കാണിക്കുന്നു. പുറമേ അവർ നീതിമാന്മാരായി കാണപ്പെട്ടു, പക്ഷേ അവർ വെറും മനോഹരമായ ശവകുടീരങ്ങളായിരുന്നു. ആന്തരികമായി, അതായത് ആത്മീയമായി മരിച്ചവരായിരുന്നു എന്നാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത്. പരീശന്മാർ പുറമേ നീതിമാന്മാരായി തോന്നിച്ചെങ്കിലും അവരുടെ ഹൃദയം കാപട്യത്തിലും അനീതിയിലും നിറഞ്ഞിരുന്നുവെന്നും മതചര്യകളിൽ മാത്രം തൽപരരായി വസ്ത്രങ്ങളിലെ മതചിഹ്നങ്ങൾ കൂടുതൽ വിശാലമാക്കി ദീർഘമായ പ്രാർത്ഥനകൾ ചൊല്ലി എന്നാൽ യഥാർത്ഥ നീതി, കരുണ, വിശ്വാസം എന്നിവ അവഗണിച്ചുവെന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ നോക്കുന്നത് കൊണ്ട് പുറമേ കാട്ടുന്ന ഭക്തിയേക്കാൾ ആന്തരിക വിശുദ്ധിയാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികൾ ആകെയില്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചു കൊള്ളുവിൻ എന്ന് കർത്താവ് പറയുന്നു. ഇവിടെ 7-ാമത്തെ കഷ്ടത്തിൽ യേശു അഭിസംബോധന ചെയ്ത കപടനാട്യക്കാർ എന്ന പ്രയോഗം പുരാതന കാലത്തെ പ്രവാചകന്മാരുടെ സ്മാരകങ്ങൾ സ്ഥാപിക്കുകയും ആ ശവകുടീരങ്ങൾ അലങ്കരിക്കുകയും ചെയ്തവരെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഇതൊക്കെ പുറമെ ആദരിക്കാനുള്ള നടപടി എന്ന പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ പരീശന്മാർ പ്രവാചകന്മാർ ജീവിച്ചിരുന്നപ്പോൾ അവഗണിച്ചുകൊണ്ട് അവരെ കൊന്നവരുടെ പ്രവൃത്തിയെ പിന്തുടരുന്നവരായിരുന്നു. പരീശന്മാരുടെ സ്വന്തം പൂർവികർ തന്നെ ആ പ്രവാചകന്മാരെ കൊന്നുവെന്ന് പരീശന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു. അവർ തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വളരെ മികച്ചവരായി സ്വയം സങ്കല്പിച്ചു. ഞങ്ങളുടെ പൂർവികരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തം ചൊരിയുന്നതിൽ ഞങ്ങൾ അവരോടൊപ്പം പങ്കുചേരുമായിരുന്നില്ല എന്ന ആ പ്രസ്താവനയിൽ തന്നെ അവർ അവരുടെ വംശാവലി അംഗീകരിച്ചു എന്നും അവർ യഥാർത്ഥത്തിൽ അവരുടെ പിതാക്കന്മാരുടെ മക്കളാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതാണെന്നും യേശു കർത്താവ് പറയുന്നു. അവർ അങ്ങനെ അവരുടെ പൂർവികരുടെ ദുഷ്ടത അവകാശമാക്കി അവരുടെ കാൽച്ചുവടുകൾ പിന്തുടരുകയായിരുന്നു എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. പുരാതന കാലത്തെ ദൈവത്തിന്റെ നീതിമാന്മാരെ യഹൂദരുടെ പൂർവികർ കൊലപ്പെടുത്തിയതുപോലെ തന്നെ കൊല്ലാൻ പദ്ധതിയിടുന്ന അവരുടെ ദുഷ്ടഹൃദയങ്ങളെ യേശു അറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.